ഹേയ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വിശേഷമാണ് കേട്ടോ. എടുത്ത് വച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ബഹളങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇതിന് വേറൊരു ദിവസം ആവട്ടെ ആവട്ടെ എന്ന് വെച്ച് മാറ്റി മാറ്റി വെച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ടൈം കിട്ടുന്നത്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മോക്ക് 10 വയസ്സായി. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോകുന്നേയും കുഞ്ഞുങ്ങൾ വളരുന്നേയൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാമെന്ന്. അപ്പോൾ എൻ്റെ അമ്മ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എല്ലാ വർഷവും അമ്മ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ പുറത്ത് പോകും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മ സാധാരണ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നാട്ടിൽ വരുന്നത്. അപ്പോൾ ഈ വട്ടം വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം മഴയും നാട്ടിൽ ഭയങ്കര മഴയും ഈ മണ്ണിടിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും പോകാനോ ഒന്നും പറ്റത്തുമില്ല. പിന്നെ അമ്മയ്ക്ക് വേറെന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല, വരുന്നില്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ആൾ സർപ്രൈസായിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അന്ന് വീട്ടിൽ പ്ലംബിങ്ങിൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അങ്കിൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അമ്മ നാളെയല്ലേ വരുന്നത്, ഇത് കണക്ക് അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വിളിക്കാണ്ടും കൂടെയൊക്കെ ഇരുന്നപ്പോൾ ഓക്കെ ആയിരുന്നു, വരും എന്നുള്ള ഒരിതായിരുന്നു. പക്ഷേ ഈവനിങ് അമ്മ വിളിച്ചപ്പോഴും അമ്മ വരുന്നില്ല. ഇപ്പം ഞങ്ങൾ ചോദിച്ചു, അമ്മ വരുന്നില്ലേ, കള്ളം പറയരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല പോ പിള്ളേരെ, ഞാൻ വരുന്നൊന്നുമില്ല, ഞാൻ എന്തിനു കള്ളം പറയുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ പറഞ്ഞത് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 2:30 ആയപ്പോൾ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്ന്. അപ്പോൾ അങ്ങനെ ഉണർന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, അമ്മ വന്നെന്നാണ് തോന്നുന്നതെന്ന്. അങ്ങനെ ജനലിൽ കൂടി നോക്കിയപ്പോൾ അമ്മ കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്മ വന്നിട്ട് ഇപ്പോൾ പോയി. ഈ പോയിട്ട് ഒരാഴ്ച ആയി. അങ്ങനെ അമ്മ വരുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ മാത്രമായിട്ട് പുറത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇനി പോകുമ്പോൾ ഒരു 4-5 ദിവസം എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന രീതിക്ക് ഒരു ലോങ് ട്രിപ്പ് പോവാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ എല്ലാ വർഷവും അങ്ങനെ കേട്ടോ. ചേച്ചിയുടെ മോളുടെ ഒരു ബർത്ത്ഡേ ടൈമൊക്കെ ആകുമ്പോഴാണ് വരാറ്. പക്ഷേ ഈ വട്ടം ക്ലൈമറ്റ് ഇത്തിരി മോശമായതുകൊണ്ട് ദൂരോട്ടൊന്നും പോവണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഓൺലൈനിൽ എവിടെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ നല്ല പാർക്കൊക്കെ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ ശംഖുമുഖത്ത് ഒരു പാർക്കുണ്ട് എന്നറിഞ്ഞത്. പക്ഷെ എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത്. 3 മണിക്കാണ് കേട്ടോ ഓപ്പണിങ്. 3 മണിക്കാണ് ഇത് ഓപ്പൺ ആകുക. പക്ഷേ ഞങ്ങളന്ന് ചെന്നതിൻ്റെ ഒന്ന് 3:45 4 മണി അടുപ്പിച്ചായി കേട്ടോ. അവിടെ എന്തോ ഇഷ്യൂ ആയിട്ട് അന്ന് ആ ടൈമിലാണ് തുറന്നത്. എൻട്രൻസ് ഫീസൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഫ്രീയാണ്. പിന്നെ അതിനകത്ത് ചെന്നിട്ടുള്ള ആക്ടിവിറ്റീസിന് മാത്രമേ പേ ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. ഒരു 10 ആക്ടിവിറ്റീസ് അത്രയൊക്കെ തന്നെയുള്ളൂ. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. ഒരു ചെറിയൊരു എല്ലാവർക്കും ഇരിക്കാനൊക്കെ പറ്റുന്ന, ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു, ബീച്ചിനോട് ചേർന്ന് മരങ്ങളും ചെടിയൊക്കെ ആയിട്ട് നല്ല കാറ്റ്, ആ ഒരു സൈഡിൽ നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇനി ഓണം വരികയല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ. നമുക്ക് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ഫിഷ് സ്പായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ മോക്ക് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ കയറിയത്. പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ ഫിഷ് ഇങ്ങനെ കാലിൽ വന്ന് തൊടുന്ന ടൈമിൽ ഭയങ്കര ഇക്കിളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ചിരിയായിരുന്നു. ആദ്യം ഭയങ്കര പേടിയാണ്, പിന്നെ അങ്ങ് ഓക്കെ ആയി, കുഴപ്പമില്ല. പിന്നെ ഒരു ഡിസപ്പോയിൻറ്റഡ് ഏരിയ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പാർക്കുണ്ട്. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയോ അതോ 2 വയസ്സ് വരെ എന്തോ ഉള്ള, എനിക്ക് ആ ഏജ് ടൈം എനിക്ക് അത്ര ഒരു ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ പക്ഷെ അവിടെ എന്താണ്, പാരൻസ് അലോ അല്ല കേട്ടോ, കുഞ്ഞുങ്ങൾ മാത്രമാണ്. അതൊരു സേഫ്റ്റി കുറവ് പോലെ എനിക്ക് തോന്നി. കാരണം 2 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു സാധനങ്ങളിലൊന്നും, അതായത് മറ്റേ സ്ലൈഡ്, വണ്ടി, സ്കൂട്ടർ, അങ്ങനെയൊക്കെ കാറ്, അതിലൊന്നും ഒറ്റയ്ക്ക് കയറാനുള്ള ഒരിതില്ല, വീഴോ എന്നൊക്കെ ഉള്ള പേടിയായിരുന്നു. പാരൻസിനെ കയറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലോട്ട് കയറിയില്ല കേട്ടോ. അത് മാത്രമാണ് ഉള്ളതിലൊരിച്ചിരി ഇഷ്ടപ്പെടാതെ വന്നത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ രുക്കു ഇങ്ങനെ
ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രുക്കു ഇങ്ങനെ പെഡിക്യൂറൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും പിന്നെ പീലൂനു ഇത് വേണം. അങ്ങനെ പിന്നെ ഞാനും പീലും കൂടെ കയറി. ഞാൻ അവിടെ നിൽക്കുന്ന ആളടുത്ത് ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ല, ചേച്ചി കയറിയിട്ട് കുഞ്ഞിനെ മടിയിൽ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാലൊക്കെ നന്നായിട്ട് അവർ എന്തോ ഒരു പൊട്ടാസ്യത്തിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ, അതിലൊക്കെ കാല് നന്നായി വാഷ് ചെയ്തിട്ടൊക്കെയാണ് കയറ്റിയത്. പിന്നെ കാലിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻ ഇങ്ങനെ വന്ന് കൊത്തുന്ന ടൈമിൽ ആ ഒരു ഏരിയ വേദന എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ കയറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹൊറർ റോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. വലിയ കാര്യത്തിന് ചേച്ചിയുടെ മോക്കായിരുന്നു നിർബന്ധം ഇതിൽ പോവാന്ന്. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടി പോയി. അപ്പോൾ അറിയാമല്ലോ, അങ്ങനെ വലിയ പേടിക്കാനുള്ളതൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ കയറിയത്. അതിനകത്തോട്ട് അങ്ങോട്ട് കയറിയപ്പോൾ ഫുള്ള് ഇരുട്ടും, പിന്നെ ഓരോ കർട്ടനാട്ടോ. ഈ കർട്ടൻ ഇങ്ങനെ മാറ്റി നമ്മൾ കയറുമ്പോൾ ആ ഒരു ഏരിയ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. അതിനകത്തോട്ട് അങ്ങോട്ട് കയറുമ്പോഴാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് പൊങ്ങി വരുന്നതും സൗണ്ടും. അപ്പോൾ എനിക്ക് ആ കയറുന്ന ടൈമിലുള്ള അത്രയും എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പേടിയായിട്ട് ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്താൽ പോയേ, അതുകൊണ്ട് ബാക്കി പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് ഇറങ്ങി. പിന്നെ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേളയിലും കൂടി പോകാമെന്നും പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് വേളിയിൽ വന്നു. വേളിയാണെങ്കിൽ എത്ര വട്ടം വന്ന് മടുത്തെങ്കിലും പിള്ളേർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിള്ളേർക്ക് ടൈം പോയി. ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ടൈമിനല്ലേ. അപ്പം അവർക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വന്നപ്പോഴാട്ടോ വിചാരിച്ചേ വരേണ്ടിയിരുന്നില്ല എന്ന്. കാരണം അവിടെ ഒന്നുമില്ല, ആൾക്കാരും കുറവായിരുന്നു കേട്ടോ, ആരും ഇല്ല. കാരണം ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നത് കൊണ്ടേ. മറ്റേ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ സർവീസൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് ആ ഒരു ഊഞ്ഞാലും പിന്നെ കുഞ്ഞുങ്ങളുടെ ഈ സ്ലൈഡ് ഐറ്റംസൊക്കെ വെള്ളമൊക്കെ കയറി ഫുള്ള് ചളിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. പോവേണ്ടിയിരുന്നില്ല, പിന്നെ ഞങ്ങൾ അടുത്തായതുകൊണ്ട് പോയതാണ്. അങ്ങനെ ഞങ്ങളൊന്ന് നടന്നിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി നടന്നു. ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ ബീച്ചിൻ്റെ അവിടെയൊക്കെ കടയുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അന്ന് പോയപ്പോൾ ഇല്ലായിരുന്നു. ബീച്ചിൻ്റെ അവിടെയുള്ള എല്ലാ കടയും മറ്റേ ഗെയിം സെക്ഷനൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അല്ലാണ്ട് നമ്മൾ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ബ്രിഡ്ജ് കഴിയുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒന്ന് ചായയൊക്കെ കുടിച്ചു. തിരിച്ച് വരുന്ന വഴിക്കാണ് കേട്ടോ ഒരു പബ്ലിക് ഡാൻസ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അബി എന്നാണ് ഐഡിയുടെ പേരെന്ന് തോന്നുന്നു. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ അവർ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ അബി അവിടെ നിന്ന് വന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി യൂട്യൂബറാണോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ വന്ന് പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബറല്ല, തുടക്കമാണ്. അപ്പോൾ പറഞ്ഞു പ്രോപ്പർലി വീഡിയോ ഒക്കെ ചെയ്താൽ മതി അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, നല്ല ലേറ്റായി ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.